അങ്ങനെ ആദ്യമായിട്ട് 3 ദിവസം ട്രിപ്പ് പോകുന്നു. അതും കോളേജിൽ നിന്ന് ഫ്രണ്ട്സൊക്കെ ആയിട്ട് അടിച്ചു പൊളിക്കാൻ പോകുന്നു. എവിടെയാന്നല്ലേ? കൊടൈക്കനാൽ, രാമക്കൽമേട്, ആ വഴി നേരെ വാഗമണ്ണിലോട്ട്. വേറെ പറയണോ? ഫസ്റ്റ് ടൈം കൊടൈക്കനാലിൽ, അതും ഫ്രണ്ട്സിൻ്റെ കൂടെ. ഓക്കെ, ഇതൊരു ചെറിയ വ്ളോഗാണ്. ഞാൻ എൻ്റെ ഫോണിൽ തന്നെ ഷൂട്ട് ചെയ്തതാണ്. മേ ബി ഫ്യൂച്ചറിൽ ഇതൊക്കെ എടുത്ത് കാണാൻ വേണ്ടി. ഓക്കെ, നമുക്കെന്നാൽ തുടങ്ങാം. ടൂറ് പോകുന്നതിൻ്റെ തലേ ദിവസം, ഡേ 0, വൈകുന്നേരം ഒരു 5:20 ഞാൻ ഹോസ്റ്റലിലെത്തുമ്പോൾ. സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് ഞാൻ എങ്ങനെയാണ് ഹോസ്റ്റലിലെത്തിയത്, പിന്നെ ഹോസ്റ്റലിൽ പോയി സാധനങ്ങളൊക്കെ വെച്ച് ഫ്രണ്ട്സിനോട് സംസാരിച്ച് അങ്ങനെ ഇരുന്നു. ഒരു 8:30 ആയപ്പോൾ ഹോസ്റ്റലിൽ നിന്ന് ഡിന്നർ കഴിച്ചു. പിന്നെ ഒരു 9:30 ആയപ്പോൾ കിടക്കാൻ പറഞ്ഞു. ടൂർ പോകുന്ന ആ എക്സൈറ്റ്മെന്റിൽ ഉറക്കമൊന്നും വന്നില്ല. അങ്ങനെ നെക്സ്റ്റ് ഡേ രാവിലെ ഒരു 3 മണിയായപ്പോൾ എല്ലാവരും എണീറ്റ് ഫ്രഷായി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഞങ്ങൾ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു 3:40 പിന്നെ വരാനുള്ളവരൊക്കെ വന്ന് ബസ് ഒരു 4:30 വരാൻ. അങ്ങനെ ബസ്സിൽ കയറി ഇരുന്നതിന് ശേഷം എടുത്ത വീഡിയോ ആണ് ഇതൊക്കെ. പിന്നെ കുറച്ചു നേരം ഞങ്ങൾ എല്ലാവരും കിടന്ന് ഉറങ്ങി. രാവിലെ ഒരു 7 മണി 8 മണി ആ സമയത്ത് എണീറ്റ്. ഞങ്ങൾ ആദ്യം വിസിറ്റ് ചെയ്ത സ്ഥലം പാലക്കാട് ഫോർട്ടാണ്. കോട്ടയന്റെ ഉള്ളിലോട്ട് കയറുന്നതിന് മുമ്പ് ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ വഴി സ്ഥലത്ത് ഉണ്ടായവരാണ് ഇവരൊക്കെ. പിന്നെ ഒരു പെറ്റ് ലവർ ആയതുകൊണ്ട് അവരൊക്കെ നോക്കി നിന്നു. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നേരെ ഞങ്ങൾ കോട്ടയിലോട്ട് പോയി. പാലക്കാട് ഫോർട്ട് ടിപ്പുവിന്റെ കോട്ട എന്നറിയപ്പെടും. 1766 മൈസൂർ റൂളറായിരുന്ന ഹൈദർ അലിയാണ് ഇത് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ചരിത്രം പഠിക്കുന്നവർക്ക് ഇതൊരു യൂസ്ഫുൾ ആയ സൈറ്റ് ആണ്. അങ്ങനെ ഞങ്ങൾ കോട്ടയുടെ ഉള്ളിലോട്ട് പോയി. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ കോട്ട വിസിറ്റ് ചെയ്യുന്നത്. കോട്ട കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അതിന്റെ ചുറ്റും പച്ചപ്പും പിന്നെ കോട്ടയുടെ സ്ട്രക്ചറും കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കോട്ടയുടെ ഉള്ളിലോട്ട് പോവുകയാണ്. ഈ കോട്ടയുടെ ഉള്ളിലോട്ട് കയറുന്നത് ഒരു അമ്പലത്തിന്റെ വഴിയിൽ കൂടിയാണ്. ഈ കോട്ടയുടെ ഉള്ളിൽ കയറിയപ്പോൾ ഫുൾ പച്ചപ്പായിരുന്നു. മരങ്ങളും ചെടികളും പൂക്കളും എല്ലാം കൊണ്ടും നല്ലൊരു സീനറി ആയിരുന്നു. പിന്നെ കുറെ ചെറിയ ചെറിയ ബിൽഡിങ്സ് കാണാം. അതെന്തിന്റെ ബിൽഡിങ്സ് ആണെന്നറിയില്ല. ഞങ്ങൾ അവിടെ എല്ലാം ചുറ്റി കറങ്ങി കുറെ ഫോട്ടോസ് എടുത്ത് ഒരു 2 അവർ കഴിഞ്ഞപ്പോഴും തിരിച്ച് ഞങ്ങൾ ബസ്സിലോട്ട് തന്നെ വന്ന്. പിന്നെ ഒരു ലോങ് ട്രാവൽ ആയിരുന്നു തമിഴ്നാട് ബോർഡർ എത്തുന്നവരെ. പിന്നെ അതിന്റെ ഇടയിൽ ബസ്സിൽ ഞങ്ങള് ചാടി മരിക്കുകയായിരുന്നു. എല്ലാം ഒരു മിന്നായം പോലെ നടന്ന് അങ്ങനെ ഞങ്ങൾ തമിഴ്നാട് ബോർഡർ എത്തി. അവിടുന്ന് കുറച്ചു നേരം റെസ്റ്റ് എടുത്ത് കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് വെള്ളക്കുപ്പി നിറച്ച്. ഡിസംബർ ആയിട്ടും തമിഴ്നാട്ടിൽ ഒടുക്കത്തെ ചൂടായിരുന്നു. അങ്ങനെ പിന്നെയും എഗെയിൻ ട്രാവല്. കൊടൈക്കനാൽ എത്തുന്നവരെ ഒരു 4-5 അവർ ആയിട്ടുണ്ടാവും അവിടെ എത്തുമ്പോൾ. അങ്ങനെ ഫൈനലി കൊടൈക്കനാൽ എത്തി. ഞങ്ങളെല്ലാവരും ബസ്സിൽ നിന്ന് ഇറങ്ങി. ഞങ്ങൾ ആദ്യം ചെയ്തത് ലഞ്ച് കഴിക്കാൻ പോയതാണ്. അവിടെ അടുത്തുള്ളൊരു ഹോട്ടലിലാണ് ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ പോയത്. ലഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു ബിരിയാണി ആണെന്നാ പറഞ്ഞത്. പക്ഷേ ബിരിയാണീന്റെ ഒരു ടേസ്റ്റും ഉണ്ടായിരുന്നില്ല. എന്തോ ഒരു മഞ്ഞച്ചോറായിരുന്നു. അതിന്റെ കൂട്ടത്തിൽ കുറെ ചിക്കൻ പീസും. അതെങ്ങനെയോ വിശന്നത് കൊണ്ട് കുറച്ച് കഴിച്ച്. അങ്ങനെ ആ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി നേരെ ഞങ്ങൾ കൊടൈക്കനാൽ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങി. ഒരു 5 മണി ആയിട്ടുണ്ടാകും. ഞങ്ങൾക്ക് ആകെ 2 അവരെ തന്നിട്ടുണ്ടായുള്ളൂ കൊടൈക്കനാൽ എക്സ്പ്ലോർ ചെയ്യാനായിട്ട്. അതുകൂടാണ്ട് വഴി തെറ്റിപ്പോകാതിരിക്കാനായിട്ട് ഞങ്ങൾക്ക് ഈ കടയാണ് അടയാളമായിട്ട് തന്നത്. അങ്ങനെ ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങി. അവിടെയുള്ള എല്ലാ കടകളിലും കയറി ഇറങ്ങാൻ തുടങ്ങി. എന്റെ ഫ്രണ്ട്സിനെ പറ്റി പറയണ്ടല്ലോ, കട കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വേറെ ആരെയും വേണ്ടല്ലോ. അങ്ങനെ ഞങ്ങൾ നടക്കാൻ തുടങ്ങി. വഴി തെറ്റില്ലാന്നാ ഞങ്ങൾ വിചാരിച്ചത്. പക്ഷെ നടന്ന് വേറെ എവിടെയോ എത്തി. അവസാനം വഴിയും തെറ്റി. നടന്ന വഴി തന്നെ തിരിച്ചു നടക്കേണ്ടിയും വന്ന്. ഓൾറെഡി ട്രാവൽ ചെയ്തതിന്റെ ടയേർഡ്, അതിന്റെ ഇടയിൽ വഴിയും തെറ്റി നടന്ന വഴി കൂടി തന്നെ തിരിച്ചു നടക്കേണ്ടി വന്നു. പക്ഷെ എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ചോക്ലേറ്റ് വാങ്ങി, കോട്ട് വാങ്ങി, വീട്ടിലോട്ട് കൊണ്ടുപോകേണ്ട കുറച്ച് സാധനങ്ങൾ വാങ്ങി, കുറച്ചു നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്ത് പിക്ക് എടുത്ത് നല്ല രസമുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ നല്ല തണുപ്പും. അങ്ങനെ 2 അവർ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും തിരിച്ച് ബസ്സിലോട്ട് കയറി. അടുത്തുള്ളൊരു റിസോർട്ടിലാണ് ഞങ്ങളെല്ലാവരും സ്റ്റേ ചെയ്തത്. അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് ഡിന്നർ കഴിക്കാൻ വേണ്ടി വന്നപ്പോൾ കയറിയ ഹോട്ടലിൽ തന്നെ തിരിച്ചും കയറിയത്. എനിക്കൊരു പേടി ഉണ്ടായിരുന്നു വല്ല ഫുഡ് പോയ്സണോ വരുമോ എന്ന്. കാരണം അത്രയും വെസ്റ്റ് ആയിരുന്നു ഫുഡ്. അങ്ങനെ അവസാനം റൂമിലോട്ട് എത്തി. എല്ലാവരും ഓരോരുത്തരുടെ റൂം എടുത്ത്. ഞാനും എൻ്റെ 2 ഫ്രണ്ട്സും ഒരു റൂം എടുത്തു. റൂമൊക്കെ പൊളിയായിരുന്നു. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. എല്ലാ ഫെസിലിറ്റീസും ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും ഫ്രഷായി പിന്നെ കിടന്നുറങ്ങി. രാവിലെ ഒരു 5 മണിക്ക് എണീറ്റ് ഫ്രഷായി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് റൂം വെക്കേറ്റ് ചെയ്ത് പുറത്ത് വന്ന് എടുത്ത ഗ്രൂപ്പ് ഫോട്ടോ ആണിത്. പിന്നെ കൊടൈക്കനാലിലുള്ള മോർണിംഗ് വ്യൂ നല്ല ഭംഗിയും പീസ്ഫുൾ ആയിട്ടുള്ള ഒരു മോർണിംഗ് ആയിരുന്നു. അങ്ങനെ അഗെയിൻ ട്രാവല്. ഇപ്പോൾ ഞങ്ങൾ നേരെ പോകുന്നത് ഗുണ കേവിലോട്ടാണ്. നമ്മുടെ മഞ്ഞുമൽ ബോയ്സ് വന്ന സ്ഥലം. ഞങ്ങൾക്ക് പോലും ഒരു ഐഡിയയും ഉണ്ടായിരുന്നില്ല ഇവിടെ ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു എന്ന്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും അവിടെ എല്ലാം കയറി ഇറങ്ങി നടന്ന് ഗുണ കേവിലോട്ട് എത്താൻ നല്ല ദൂരം ഉണ്ടായിരുന്നു. കുറെ നടക്കേണ്ടി വന്ന്. ഈ ഏരിയ എന്ന് പറഞ്ഞാൽ ഫുൾ മരങ്ങളാണ്. അതുകൂടാണ്ട് അതിന്റെയൊക്കെ വേരും. നല്ലൊരു സീനറി ആയിരുന്നു. പിന്നെ ഞങ്ങൾ പോസ് ചെയ്ത് നടക്കുന്ന കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്ത് നേരെ ഞങ്ങൾ ആ റൂട്ടിന്റെ ഏരിയയിലോട്ട് പോയി.
അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. ഫുൾ മരങ്ങളും പിന്നെ അതിന്റെ വേരുകളും ആയിരുന്നു. ഞാൻ ആദ്യമായിട്ടാ ഇത്രയും വേരുകൾ പുറത്ത് കാണുന്നത്. ഞങ്ങളെല്ലാരും ആ വേരിന്റെ വഴി കൂടി പൊക്കത്തോട്ട് കയറി. അവിടെ നിന്നും താഴോട്ട് നോക്കാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഇതിന്റെ അടുത്ത് തന്നെ ഒരു റൂഫ് ഉണ്ട്. ഞങ്ങളെല്ലാരും അവിടെ കയറി താഴോട്ട് നോക്കി. അതിന്റെ വ്യൂ ആണ് ഇതൊക്കെ. ഇതിന് പില്ലർ റോക്ക് എന്നാണ് പറയുന്നത്. ശരിക്കും ഇതിന്റെ ഉള്ളിലാണ് കേർവ്സ് വരുന്നത്. മഞ്ഞുമൽ ബോയ്സ് ഇതിന്റെ ഉള്ളിലാണ് വന്നിരിക്കുന്നത്. ഞങ്ങൾ നേരെ അടുത്തത് പില്ലർ റോക്ക് ഇത്രയും കൂടി അടുത്ത് കാണാനായിട്ട് വേറെ സ്ഥലത്തോട്ട് പോയി. നല്ല ഭംഗിയായിരുന്നു അടുത്തുനിന്ന് കാണാൻ. ഞങ്ങൾ അവിടുന്ന് കുറെ ഫോട്ടോസ് എടുത്ത് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത്. ഒരു കണക്കിന് നോക്കുമ്പോ ശരിയാണ്, ഏറ്റവും ഭംഗിയുള്ള സ്ഥലമാണ്. മോസ്റ്റ് ഡേഞ്ചറസ് പ്ലേസ്. ഒരാൾ ഇതിൽ വീണു കഴിഞ്ഞാൽ പെട്ടത് തന്നെയാ. കാരണം ഫുൾ മരങ്ങളും കല്ലുകളുമാണ്. അങ്ങനെ ഞങ്ങള് ബസ് കയറി വേറെ സ്ഥലത്തോട്ട് പോവുക. അതിന്റെ ഇടയിൽ വേറൊരു രസം ഉണ്ടായി. ഗുണ കേവ് കാണാൻ പോയ സമയത്ത് ആരോ ബസിന്റെ വിൻഡോ അടച്ചില്ല. തിരിച്ചു വരുമ്പോ കൊരങ്ങനൊക്കെ കയറി ആരന്റെയൊക്കെയോ ചോക്ലേറ്റ് എടുത്തോളും കൊണ്ട്. അങ്ങനെ ഞങ്ങള് ബസ്സിൽ കയറി. ഇപ്പൊ ഞങ്ങൾ നേരെ പോകുന്നത് സൂയിസൈഡ് പോയിന്റിലോട്ടാണ്. ഈ ഫോഗി കിടക്കുന്നതാണ് സൂയിസൈഡ് പോയിന്റ്. ഞങ്ങൾ അവിടെ കുറെ ടൈം സ്പെൻഡ് ചെയ്ത്. ഈ സൂയിസൈഡ് പോയിന്റിലോട്ട് വരുന്ന ആ വഴിയിൽ കുറെ കടകൾ ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടുന്ന് ഫ്രൂട്ട്സും വേറെ കുറെ സാധനങ്ങളൊക്കെ വാങ്ങി. പിന്നെ ടേസ്റ്റ് ചെയ്യാൻ കുറെ ഫ്രീ ചോക്ലേറ്റും കിട്ടി. പിന്നെ ഒരു ലോങ് ട്രാവല് തേനി എത്തുന്നത് വരെ. അവിടെ എത്തിയപ്പോഴേക്കും വൈകുന്നേരമായി. ഫുൾ ടയേർഡായി. എനിക്കാണ് എങ്ങനെയെങ്കിലും ഒന്ന് കിടന്നാ മതിയെന്ന്. അങ്ങനെ ഞങ്ങള് ഗ്രേപ്പ് തോട്ടത്തിലെത്തി. ഞാൻ ഒരു വട്ടം ഇവിടെ വന്നിട്ടുണ്ട് ചെറുതില്. കുറേ മുന്തിരി ഉണ്ടായി. പക്ഷെ ഇതില് കെമിക്കൽ അടിച്ചുകൊണ്ട് തിന്നാൻ പറ്റിയില്ല. കുറച്ചു നേരം ഞങ്ങൾ അവിടെ നിന്ന് എന്നിട്ട് നേരെ ബസ്സിലോട്ട് കയറി. നല്ല ഒന്നാന്തരം വൈനൊക്കെ ഉണ്ടായിരുന്നു അവിടെ. പക്ഷെ കയ്യില് 10 പൈസയില്ല. പട്ടിക്ക് മുഴുവൻ നേരം കിട്ടിയ അവസ്ഥയായിരുന്നു എന്റെ അന്നത്തെ ഈവനിങ്. എങ്ങനെയോ റൂമിലെത്തി. പക്ഷെ അതിനെക്കാട്ടി രസം എന്തായെന്നറിയോ? നേരെ റൂമിലോട്ട് പോയില്ല, വേറെ എങ്ങോട്ടോ പോയത്. ട്രിപ്പിൽ വരുന്നവർക്കുള്ള ഒരു DJ സ്ഥലത്തോട്ടാ കൊണ്ടുപോയത്. എന്റെ മുമ്പിൽ കൂടി ഓരോരുത്തരും തുള്ളിയും കൊണ്ട് നടന്നത്. ഞാൻ എല്ലാം കണ്ട് സഹിച്ച് അവിടെ ഒരു മൂലക്കിരുന്നു. അവസാനം റൂമിലോട്ട് പോയി. റൂമിൽ പോകുന്നതിന് മുമ്പ് ഡിന്നർ കഴിച്ച് ചപ്പാത്തിയും ഒരു വൃത്തിയായിട്ട കറിയും. എനിക്ക് എങ്ങനെയെങ്കിലും ഒരു നല്ല ഫുഡ് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം സഹിച്ച് റൂമിൽ വന്ന് ഒന്ന് ഫ്രഷ് ആയപ്പോഴാ സമാധാനമായത്. അങ്ങനെ ഞങ്ങൾ കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ വെളുപ്പിന് 4 മണി 5 മണി ആയിട്ടുണ്ടാകും. ഞങ്ങള് ട്രക്കിങ്ങിന് പോവുക. ആമപ്പാറ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തോട്ട്. ഒരു 6 പേര് 7 പേര് കൊള്ളുന്ന ജീപ്പിലായിരുന്നു ഞങ്ങൾ ട്രക്കിങ് ചെയ്തത്. ഫുൾ നല്ല വൈബായിരുന്നു. ഏറ്റവും വലിയ രസം, ഞങ്ങൾ ആ ജീപ്പിന്റെ സീറ്റിൽ ഇരുന്നിട്ടില്ല. ഫുൾ ടൈം ഏറി തന്നെയായിരുന്നു. പ്ലസ് ആ കൂടത്തുള്ള പാട്ടും എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു. പക്ഷെ ഒരു പണി കിട്ടി. ഞങ്ങള് വന്ന ജീപ്പ് ആമപ്പാറ എത്തുന്നതിന് മുമ്പ് നിന്നുപോയി എന്നല്ല, ഒരു പാറയിൽ സ്റ്റക്കായി പോയി. ഞങ്ങള് കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് പിന്നെ ഞങ്ങൾ നടക്കാൻ തുടങ്ങി. എല്ലാരും എത്തിയപ്പോ ആ സ്ഥലം ഫുൾ പാറയുന്നു. അതിന്റെ ഇടയിൽ നല്ല മഞ്ഞു. ഞങ്ങള് പാറേന്റെ ഇടയിൽ കൂടിയും അടിയിൽ കൂടിയൊക്കെ കയറി ഒരു മിനി അഡ്വഞ്ചർ എന്ന് പറയാം. കയറി അപ്പുറത്തെ സൈഡിലോട്ട് എത്തിയത്. ആ ഏരിയ ഫുൾ പാറകളായിരുന്നു. മഞ്ഞെല്ലാം മൂടി നല്ലൊരു വ്യൂ ആയിരുന്നു അത്. ഈ പാറകളുടെ ഇടയിൽ കൂടിയായിരുന്നു ഞങ്ങൾ അപ്പുറത്തോട്ട് കടന്നത്. പ്രിയ മാം ബാക്കിയുള്ളവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുക. പാവ മിസ്സിനെ വിളിച്ച് ഞാൻ മിസ്സിന്റെ ഫോട്ടോ എടുപ്പിച്ച്. മാം അങ്ങനെ എല്ലാരും തിരിച്ചു വന്ന് ഞങ്ങള് കുറെ വീഡിയോസും ഫോട്ടോസും എടുത്ത് കുറച്ചു നേരം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ജീപ്പിലോട്ട് വന്ന് ഞങ്ങള് വേറെ സ്ഥലത്തോട്ട് പോയി. ആ ഏരിയ ഫുൾ വിൻഡ്മില്ലായിരുന്നു. അതുകൂടാണ്ട് പാറകളും മഞ്ഞും നല്ല രസമായിരുന്നു കാണാൻ. പാവം സുഷമ്മയ്ക്ക് നല്ലൊരു വീഡിയോ ഉണ്ടാക്കി കൊടുക്കാനായി അവളെ നിർത്തി ചെയ്തതാണിത്. പക്ഷെ ഞാൻ ഉദ്ദേശിച്ച പോലെ വീഡിയോ വന്നില്ല. അങ്ങനെ ഞങ്ങൾ തിരിച്ച് റൂമിലോട്ട് പോയി. റൂം വെക്കേറ്റ് ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ബസ്സിലോട്ട് കയറി. ഇനി ഞങ്ങൾ നേരെ പോകുന്നത് പൈൻ ഫോറസ്റ്റിലോട്ടാണ്. അവിടെ പോകുന്നതിന് മുമ്പ് തന്നെ ലഞ്ചൊക്കെ കഴിച്ചിട്ടാണ് അവിടെ എത്തിയത്. അതും ഒരു ലോങ് ട്രാവൽ ആയിരുന്നു. ഇങ്ങോട്ട് ട്രാവൽ ചെയ്യുന്നതിന്റെ വീഡിയോ ഞാൻ എടുത്തില്ല. അങ്ങനെ ഞങ്ങൾ എല്ലാരും പൈൻ ഫോറസ്റ്റ് ചുറ്റി കറങ്ങി നടന്നു. ഞാനും എന്റെ ഫ്രണ്ട്സ് കുറെ ഫോട്ടോസ് എടുത്ത് ഡാൻസ് കളിക്കുന്ന വീഡിയോ എടുത്ത് എല്ലാം കോമഡി ആയിരുന്നു. അങ്ങനെ എല്ലാം എൻജോയ് ചെയ്തു. എന്ത് രസമാ നോക്ക് ഈ മരങ്ങളുടെ വ്യൂ. അങ്ങനെ ഞങ്ങൾ നേരെ മൊട്ടക്കുന്നിലോട്ട് പോയി. ഈ പൈൻ ഫോറസ്റ്റിന്റെ കുറച്ച് അടുത്തായിരുന്നു മൊട്ടക്കുന്ന്. എന്ത് ഭംഗിയായിരുന്നു എന്നറിയോ? ഫുൾ ഫോഗി ആയിരുന്നു. ഇത്തിരി ഡിസ്റ്റൻസിൽ നിൽക്കുന്നവരെ പോലും നമുക്ക് കാണാൻ പറ്റില്ല. ഞങ്ങള് കുറെ നേരം ടൈം അവിടെ സ്പെൻഡ് ചെയ്ത്. നല്ല സങ്കടമുണ്ട്. എന്ത് പെട്ടെന്ന് ടൈം പോയെന്നറിയില്ല. അങ്ങനെ അവസാനം ടൂർ അവസാനിക്കുകയാണ്. അങ്ങനെ തിരിച്ച് ബസ്സിൽ കയറുന്നതിന് മുമ്പ് ആ തണുപ്പത്ത് നല്ലൊരു ചായയൊക്കെ കുടിച്ച് കുറച്ച് സാധനങ്ങൾ അവിടുന്ന് വാങ്ങി അങ്ങനെ ബസ്സിലോട്ട് കയറി. പാതി വഴി വെച്ച് നല്ലൊരു ഫുഡ് കഴിച്ച്. അൽഫാമും ചപ്പാത്തിയും. എനിക്കിപ്പോഴാണ് നല്ലൊരു ഫുഡ് കഴിച്ച ഫീലിംഗ് വന്നത്. ഫുഡൊക്കെ കഴിച്ച് റിലാക്സ് ആയിട്ട് തിരിച്ച് ബസ്സിലോട്ട് കയറി. അങ്ങനെ പിന്നെയും എഗെയിൻ ലോങ് ട്രാവല്. അങ്ങനെ പിന്നെയും ട്രാവല്. പക്ഷേ ഈ പ്രാവശ്യം കോളേജിലോട്ടായിരുന്നു. വെളുപ്പിന് ഒരു 3:30 ആയിട്ടുണ്ടാവും കോളേജിലെത്തുമ്പോൾ. എനിക്കെന്തോ
പോയ ഉടനെ വന്നതുപോലെ ഉണ്ടായിരുന്നു. ഞാൻ ഹോസ്റ്റലിൽ തന്നെ നിന്ന് ബാക്കി ചിലവര് വീട്ടിലോട്ട് പോയി. ഒരു 7 മണിയായപ്പോഴാണ് ഞാൻ കോളേജിൽ നിന്നും വീട്ടിലോട്ട് പോയത്. അങ്ങനെ ഇതാണ് ഞങ്ങളുടെ കോളേജിന്റെ ട്രിപ്പിന്റെ വ്ളോഗ്. ഇതെന്റെ ഫസ്റ്റ് വ്ളോഗാണ്. സോ എല്ലാം കൊളമായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.